അല്ല, നിങ്ങളാരും അറിഞ്ഞിട്ടില്ലേ? ലുലു മാള് നമ്മളെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 9-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ്. എന്നാൽ പിന്നെ നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് കയറി ചെല്ലുമ്പോൾ ഇതാ കണ്ടത്, ലുലു കോഴിക്കോട് ഒരുമിച്ച് ഓണം. എന്തായാലും 3 നിലകളിലായിട്ട് ഒരു കിടുക്കാച്ചി ലുലു. ഇന്ത്യൻ ബ്രാൻഡും ഇൻ്റർനാഷണൽ ബ്രാൻഡും എല്ലാം അടങ്ങിയ ഒരു കിടു ഷോപ്പിംഗ് മാൾ. നമ്മളിവിടെ രാവിലെ എത്തുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാരൊരു തിരക്ക് തന്നെയാണ് ഇവിടെ കണ്ടത്. സൂപ്പർ ഹിറ്റ് സിനിമേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറൂലേ, അതുപോലുള്ളൊരു അനുഭവമാണ് നമുക്ക് ലുലു മാളിൽ കയറുമ്പോൾ ഉണ്ടായത്. അങ്ങനെ നമ്മൾ അകത്തെത്തിയപ്പോഴാണ് കുറേ വിസ്മയ കാഴ്ചകൾ. അതായത് വെറുതെ നമ്മൾ മാള് കാണാൻ വേണ്ടി വന്നാൽ തന്നെ സാധനം എടുത്തു പോകുന്ന രീതിയിലാണ് അവരുടെ ക്രമീകരണങ്ങൾ. കണ്ടില്ലേ, അത്രയും ഭംഗിയായിട്ടാണ് അവർ ഓരോ ഐറ്റംസും അവിടെ വെച്ചിട്ടുണ്ടായത്. ഇതെല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ എല്ലാം സെക്ഷനാണ്. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പല ഐറ്റംസും നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, അകത്ത് കയറി ഒരാളും സാധനം എടുക്കാണ്ട് പുറത്ത് പോകുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അതിനകത്തുള്ള ആൾക്കൂട്ടം ഇത്, അതും രാവിലത്തെ സമയത്ത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി, ഫാഷൻ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ അവിടെ കയറുമ്പോൾ പിന്നെ അതിനേക്കാളും വലിയ വിസ്മയ കാഴ്ചകൾ. ഡ്രസ്സ് ഐറ്റംസും കുട്ടികളെ കളിക്കോപ്പുകളും എല്ലാം നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വിജയം. അവിടെ നമുക്ക് ആൾക്കാർ മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ നമ്മൾ സാധനം എടുത്ത് ബില്ല് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് ഈ കാഴ്ച. ബില്ലിംഗ് സെക്ഷനിലൊരു 5-8 കൗണ്ടറുകളുണ്ട്, പക്ഷേങ്കിൽ എല്ലാത്തിലും ഹൗസ്ഫുള്ള്. അങ്ങനെ നമ്മൾ ബില്ലിങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവിടെയും കാണുന്നു ഒരുപാട് വണ്ടികൾ, ഇതിനകത്തേക്ക് പോയ ആൾക്കാരെ. അപ്പോൾ ഇത്രയാണ് ലുലുവിലെ കാഴ്ചകൾ. സി യു.